വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന പുതിയ തെളിവുകൾ പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി. ആലന്ദ് മണ്ഡലത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന 6018 പേരെ ആസൂത്രിതമായി വെട്ടി നീക്കിയെന്ന് രാഹുൽ. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വോട്ട് കൊള്ളയ്ക്ക് ഉപയോഗിച്ച ഫോൺ നമ്പറുകളുടെ പട്ടികയും പുറത്തുവിട്ടു. ജനാധിപത്യത്തെ തകർക്കുന്ന ശക്തികളെ സംരക്ഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. കർണാടകയിലെ അലന്ദ് മണ്ഡലത്തിൽ നടന്ന വോട്ടുവെട്ടലിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താസമ്മേളനം ആരംഭിച്ചത്. 6018 വോട്ടുകളാണ് തട്ടിപ്പ് നടത്തി വെട്ടിയത്. ഇതിനായി വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ചു. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചും വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തു. സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ട കമ്മീഷൻ പക്ഷാപാതപരമായാണ് ഇടപെടലെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. Constituency in Karnataka, 6,018 votes. Somebody tried to delete 6,018 votes. We don't know the total number of votes that were deleted in Anand in the 23 election. They are much higher than 6,018. But somebody got caught. പരാതിക്കാരെ വേദിയിൽ അണിനിരത്തിയാണ് രാഹുൽ കമ്മീഷനെതിരെ ആനടിച്ചത്. 9 ಜನರ ಲಿಸ್ಟನ್ನು ಡಿಲೀಟ್ ಮಾಡಿದ್ದಾರೆ. ಅದು ಯಾಕಂತ ಇವರು ನನಗೆ ಬಂದು ಕೇಳಿದರು, ನಮ್ಮ ಹೆಸರು ನೀವು ಯಾಕೆ ಡಿಲೀಟ್ ಮಾಡಿದ್ರಿ ಅಂತ. ಸಾಹೇಬ್ರಿಗೆ ಹೇಳಿದೆ, ನಾನು ಡಿಲೀಟ್ ಯಾರಿಗೂ ಮಾಡಿಲ್ಲ, ಅಪ್ಲಿಕೇಶನ್ ಕೊಟ್ಟಿಲ್ಲ, ಆದರೂ ಡಿಲೀಟ್ ಆಗಿದೆ, ಅದು ನೋಡ್ರಿ ಅಂತ. കർണാടക CID ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. വിവരങ്ങൾ തേടി സർക്കാർ 18 കത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി. എന്നാൽ വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല. OTP വിവരങ്ങളടക്കം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. कर्नाटक CID ने केस चालू किया कि वोटर कौन है, ये फोन किसके हैं, ये IP एड्रेस क्या है, OTP कहां गया, इन चीजों के बारे में इन्वेस्टिगेशन शुरू होती है. ജ്ഞാനേഷ് കുമാർ വോട്ട് ചോരികളെ സംരക്ഷിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ രജൌര മണ്ഡലത്തിൽ വോട്ട് ചേർക്കൽ നടന്നുവെന്നും ഒരാഴ്ചക്കുള്ളിൽ ജ്ഞാനേഷ് കുമാർ വിവരങ്ങൾ കർണാടക CIDക്ക് കൈമാറണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതേസമയം ഇത് ഹൈഡ്രജൻ ബോംബല്ലെന്നും ഹൈഡ്രജൻ ബോംബ് ഉടൻ പൊട്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. First of all, this is not the H bomb. H bomb is coming. Hydrogen bomb आ रहा है. ആസൂത്രിത വോട്ടുവെട്ടലിന്റെ നിർണായക വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത്. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.